നമസ്കാരം, ഞാൻ വിനീഷ് ചോഗടി. മണ്ണില്ലാതെ കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയാലോ? ഒരു വർഷത്തിനുള്ളിൽ വെറും 500 സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് ഇരട്ടി നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വേറിട്ട കൃഷി രീതിയാണ്. ഇതിന്റെ പേര് ഹൈഡ്രോപോണിക്സ് എന്നാണ്. ഇത് ചെയ്താൽ നല്ല രീതിയിലുള്ള റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞത്. മണ്ണിന് പകരം പോഷക സമൃദ്ധമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ്. കേരളത്തിലെ കുറഞ്ഞ സ്ഥലപരിധിക്ക് അനുയോജ്യമായിട്ടുള്ള രീതി. പാരമ്പര്യ കൃഷിയേക്കാൾ 90% വെള്ളം കുറവ് മതി. അതുപോലെ തന്നെ വർഷം മുഴുവൻ നിങ്ങൾക്ക് വെള്ളം എടുക്കാൻ പറ്റും. വീടിന്റെ ടെറസിലും ആരംഭിക്കാം എന്നാണ് ബെറ്റർ. ഇപ്പൊ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ആദ്യമായിട്ട് ബെസ്റ്റ് ഹൈഡ്രോപോണിക് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പല രീതിയിലുള്ള സിസ്റ്റം ഉണ്ട്. ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്. 2 സിസ്റ്റമാണ് മെയിൻ ആയിട്ട് സെലക്ട് ചെയ്തത്. ഒന്ന് NFT എന്ന് പറയും, ന്യൂട്രിയന്റ് ഫിലിം ടെക്നിക് എന്നാണ് ഇത് പറയാം. ന്യൂട്രിയന്റ് ഫിലിം ടെക്നിക്. 2 DWC ഡീപ്പ് വാട്ടർ കൾച്ചർ എന്നാണ് ഇതിനെ പറയാം. NFT ആൻഡ് DWC 2 മെത്തഡിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ NFTയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ചാനലുകളിലൂടെ വെള്ളം ഒഴുകുന്ന രീതി. ചെറിയ ചാനലാണ്, അതിലൂടെ വെള്ളം ഒഴുകുന്ന രീതിയാണ്. ഇലക്കറികൾക്കും ലെറ്റ്യൂസിനും മികച്ചതാണ് ഈ പറഞ്ഞ NFT ടെക്നിക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ DWC എന്ന് പറയുന്നത് വേരുകൾ വെള്ളത്തിൽ താഴ്ന്ന് നിൽക്കുന്ന രീതിയാണിത്. ചെലവ് കുറഞ്ഞ മാർഗം ഇതാണ്. വേരുകൾ വെള്ളത്തിനുള്ളിൽ താഴ്ന്നു നിൽക്കും. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ചെറിയ ചാനലുകളിലൂടെ വെള്ളം ഒഴുകുന്ന രീതിയാണ്. ഇത് ഇലക്കറികൾക്കും ലെറ്റ്യൂസിനാണ് ബെറ്റർ. രണ്ടാമത്തത് വേരുകൾ വെള്ളത്തിൽ താഴ്ന്നിങ്ങനെ നിൽക്കുന്ന ഒരു രീതിയാണ്. അത് ചെലവ് കുറഞ്ഞ മാർഗം കൂടിയാണ്. അപ്പൊ 2 മെത്തേഡ് ഉണ്ട്. NFT ഉണ്ട്, DWC മെത്തേഡ് കൂടിയുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ 3 കാര്യങ്ങൾ. ഒന്ന്, PVC പൈപ്പുകളാണ് ആവശ്യമുള്ളത്. ഉയർന്ന നിലവാരമുള്ള ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള PVC പൈപ്പുകൾ വേണം. വെറുതെ PVC പൈപ്പ് അല്ല, ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള PVC പൈപ്പുകൾ തന്നെ വേണം. 2, വാട്ടർ പമ്പ് വേണം. വെള്ളം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കാൻ, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള പമ്പ് നമുക്ക് ആവശ്യമാണ്, വാട്ടർ പമ്പ്. അടുത്താണ് ന്യൂട്രിയൻസ്, സസ്യങ്ങൾക്ക് വേണ്ട മിശ്രിതങ്ങൾ. ഓരോ സസ്യങ്ങൾക്കും എന്തൊക്കെയാണ് വേണ്ടത്, ആവശ്യമുള്ള ഘടകങ്ങൾ, അത് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ന്യൂട്രിയൻസും കൂടി വേണം. PVC പൈപ്പ്, വാട്ടർ പമ്പ് ആൻഡ് ന്യൂട്രിയൻസ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സംഭവം റെഡി. പിന്നെ ആ സ്ഥലവും കൂടി വേണം. ഇനി ലാഭവിഹിതം, അത് ഫൈനാൻഷ്യൽസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എക്സ്പെൻസ്, സെറ്റപ്പ് ചാർജ് 1 ലക്ഷം രൂപ വേണം. മന്ത്ലി അപ്രോക്സിമേറ്റ് 8,000 റുപ്പീസ് നിങ്ങൾക്ക് ചെലവ് വരും. ഏകദേശം 8,000 റുപ്പീസ്, 1 lakh റുപ്പീസ് ആണ് സെറ്റപ്പ് ചാർജ് വരുന്നത്. മന്ത്ലി ഒരു 8,000 റുപ്പീസ് ചെലവ് വരും. റവന്യൂ എന്ന് പറഞ്ഞാൽ ആനുവലി 2 ലക്ഷം രൂപ റവന്യൂ കിട്ടും. റവന്യൂ സൈക്കിൾ 25,000 വെച്ച്, ഓരോ റവന്യൂ സൈക്കിൾ 25,000 വെച്ചിട്ട് 2 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപ വരുമാനം. നെറ്റ് ആനുവൽ പ്രോഫിറ്റ് 1 ലക്ഷം രൂപ. അപ്പൊ ഇരട്ടി, കൃഷിയിലൂടെ ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പറഞ്ഞ വിശ്വസിക്കുകയാണ്. എത്ര പേര് ചെയ്യുന്നുണ്ട്? അപൂർവം. 1000 എടുത്ത 1 ലക്ഷം ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കാർ മാത്രം ചെയ്യുന്ന ഒരു രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞത്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാർഗ്ഗം. നമ്മൾ എപ്പോഴും ഇന്നോവേഷനെ ഇഷ്ടപ്പെടണം. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ ചൂസ് ചെയ്യണം. എപ്പോഴും പരമ്പരാഗത രീതിയിൽ നിന്നൊക്കെ മാറി വേറിട്ട് രീതി നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുമെന്നതിൽ ഒരു തർക്കവുമില്ല. സർക്കാരിന്റെ സഹായങ്ങളുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലായി. ഹൈഡ്രോപോണിക്സ് യൂണിറ്റുകൾക്ക് ധനസഹായം നൽകുന്ന VFPCK സബ്സിഡി സ്കീമുണ്ട്. നിങ്ങൾ ഇതിനെ കുറിച്ച് അന്വേഷിക്കണം. നമ്പർ 2, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ടെക്നിക്കൽ സപ്പോർട്ട് ലോൺ നിങ്ങൾക്ക് ലഭിക്കും. അത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ. 3, KAU ട്രെയിനിങ് ഉണ്ട്. കാർഷിക സർവകലാശാല നൽകുന്ന പ്രത്യേക പരിശീലനങ്ങളുണ്ട്. അപ്പൊ ഇത്രയൊക്കെ സർവീസ് സഹകരണം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടും നമ്മൾക്ക് ഇന്നും അറിയില്ല എന്താണ് ഹൈഡ്രോപോണിക്സ് കൃഷി രീതി. അത് നമ്മൾ ആരും ചെയ്യുന്നില്ല. എന്റെ നാട്ടിലൊന്നും ഒരാളും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഇതാണ് റിയാലിറ്റി. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ വീട്ടിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഒപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിൽ കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവൻ നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടാക്കി വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ട് നമ്മുടെ കുറെ ആൾക്കാരെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. ഓൺലൈനിൽ ഓർഡർ എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. സോ നമുക്ക് തുടങ്ങാം അല്ലേ? ഭൂമിയില്ലാതെ മികച്ച വരുമാനം കണ്ടെത്താൻ അഗ്രിടെക് ബിസിനസ്സിലൂടെ സാധിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് ഞാൻ പറഞ്ഞ ബിസിനസ് ഐഡിയ. വിശ്വസിക്കുമല്ലോ? വിശ്വസിച്ചേ മതിയാവും. സോ ഇതൊന്നും അറിയാതെ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഒരുപാട് കൃഷിയൊക്കെ ചെയ്തിട്ട് ഫുള്ളി മിസ്റ്റേക്ക് ആയിട്ട് വരുമാനമൊന്നും ഇല്ലാതിരിക്കുന്നവർ, ഒരു വരുമാനം ഇല്ലാത്തവർ, കുറെ സമയം ഫ്രീ ഉള്ളവർ, എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പെടുത്ത വീഡിയോ ഇഷ്ടമല്ല. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് വിനീഷ് സൈനിങ് ഓഫ്. ബൈ.